മേഘന, ഇന്നലെ ഇപ്പോൾ മന്ത്രിയുടെ സന്ദർശനത്തിന് അവർ ഇന്നലെ തന്നെ പറയുന്നുണ്ടായിരുന്നു മന്ത്രി തങ്ങളെ കബളിപ്പിച്ചു, മന്ത്രിയുടെ സന്ദർശനത്തിൽ തങ്ങൾക്ക് പ്രതീക്ഷയില്ല എന്നൊക്കെ. ഇതിപ്പോൾ തിങ്കളാഴ്ചയോ അല്ലെങ്കിൽ ചൊവ്വാഴ്ചയോ കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. ഈ പശ്ചാത്തലത്തിൽ ആശാ വർക്കർമാരുടെ ഇപ്പോഴത്തെ പ്രതികരണം, അവർക്ക് ഇതിൽ പ്രതീക്ഷയുണ്ടോ? ഏത് തരത്തിലാണ് ഇപ്പോൾ അവർ പ്രതികരിക്കുന്നത് നമ്മളോട്? കീർത്തന, ഇവിടെ പ്രത്യക്ഷത്തിൽ ഇവിടെ ആശാവർക്കർമാരുടെ സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ സന്ദർശിക്കാനെത്തുന്ന രാഷ്ട്രീയ, അത് BJP ആണെങ്കിലും പ്രതിപക്ഷ സംഘടനകൾ ഏതുമാണെങ്കിലും അതിൽ പ്രധാനമായും ഒരു വാഗ്വാദം ഉണ്ടാകുന്നത് ഈ ആരോഗ്യമന്ത്രിയുടെ ഡൽഹി സന്ദർശനവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അതിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ആരോഗ്യമന്ത്രി തന്നെ, വീണ ജോർജ് തന്നെ ഒരു പ്രതികരണവുമായി രംഗത്തെത്തുന്നത് ഫേസ്ബുക്കിലൂടെ തന്നെ ഒരു പ്രതികരണം, അതായത് ഈ അപ്പോയിന്റ്മെന്റുമായി ബന്ധപ്പെട്ട്, കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാനുള്ള അപ്പോയിന്റ്മെന്റുമായി ബന്ധപ്പെട്ട് അപ്പോയിന്റ്മെന്റ് ബുധനാഴ്ച രാവിലെ തന്നെ തേടിയിട്ടുണ്ട്. അതിന്റെ ഇമെയിൽ സന്ദേശം അടക്കം പങ്കുവെച്ചുകൊണ്ടാണ് ആരോഗ്യമന്ത്രി ഇത്തരത്തിലൊരു വിശദീകരണം നടത്തുന്നത്. അതായത് തനിക്കെതിരെ നടത്തുന്നത് വ്യാജ പ്രചരണമാണ്, അത് പല രാഷ്ട്രീയ കക്ഷികളും ഏറ്റെടുത്തുകൊണ്ട് വ്യാജ പ്രചരണം നടത്തുന്നു, തെറ്റിദ്ധരിക്കപ്പെടുന്നു. അതിനപ്പുറത്തേക്ക് ഇവിടെ ഒരു അപ്പോയിന്റ്മെന്റ് ചോദിച്ചിട്ടുണ്ട്. ആരോഗ്യമന്ത്രിയെ താൻ കാണാൻ ശ്രമിച്ചതാണോ തെറ്റ് എന്നുള്ള ചോദ്യങ്ങളടക്കം. കൂടാതെ ഇത്തരത്തിൽ മാധ്യമങ്ങളോടക്കം ഒരു ഡൽഹി സന്ദർശനവുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രതികരണവും നടത്തിയിട്ടില്ല. തിരുവനന്തപുരം ഉണ്ടായിട്ടുള്ള വാർത്താ സമ്മേളനത്തിൽ ഈ ഒരാഴ്ചക്കകം കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ ശ്രമിക്കുമെന്ന് മാത്രമാണ് പറഞ്ഞതെന്നുമാണ് ഇപ്പോൾ വീണ ജോർജിന്റെ ഒരു പ്രതികരണമായി വന്നിട്ടുള്ളത്. കൂടാതെ ഇതിൽ വലിയ തരത്തിൽ വ്യാജ പ്രചരണങ്ങളും തനിക്കെതിരെയുള്ള ഒരു പ്രചരണമാക്കി മാറ്റാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ആ ശ്രമം നല്ലതല്ല എന്നുള്ള കാര്യങ്ങൾ കൂടി ഇപ്പോൾ പറയുന്നു. അങ്ങനെ ഡൽഹി സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഈ 2023 മുഖ്യമന്ത്രിയുടെ ക്യൂബ സന്ദർശനവുമായി ബന്ധപ്പെട്ട് അതിന്റെ തുടർച്ചയാണ്. അതായത് ആരോഗ്യ വിഭാഗത്തിന്റെ അടക്കം ഉയർച്ചയ്ക്ക് വേണ്ടിയാണ് ഇത്തവണ ഡൽഹിയിൽ പോയിട്ടുള്ളത്, അങ്ങനെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ വീണ ജോർജ് പറയുന്നത്. പക്ഷേ ഇത്തരം വാഗ്വാദങ്ങളൊക്കെ നടക്കുമ്പോഴും നമ്മളിപ്പോൾ നിൽക്കുന്നത് സെക്രട്ടേറിയറ്റിന്റെ മുന്നിലാണ്. ഇവിടുത്തെ ഒരു നേർക്കാഴ്ച എന്ന് പറയുന്നത് അത് വളരെ കഷ്ടം തന്നെയാണ്. കാരണം 2 ദിവസമായി ഇവർ നിരാഹാരം ഇരിക്കുന്നു. 40 ദിവസമാണ്, അതായത് 1ഉം 2ഉമല്ല, കഴിഞ്ഞ 40 ദിവസങ്ങളായി ഇവർ ഇവിടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ഇരിക്കുകയാണ്. അവരുടെ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ പലയാവർത്തി, അതായത് 1-ാം ദിവസം മുതൽ ഫെബ്രുവരി 10 മുതൽ പറയുന്ന കാര്യങ്ങളാണ്. അവർ പലയാവർത്തി ഓണറേറിയം വർദ്ധിപ്പിക്കുക, പെൻഷൻ നൽകുക, വിരമിക്കൽ ആനുകൂല്യം നൽകുക, ഈ ആവശ്യങ്ങളൊക്കെ പരിഗണിക്കാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല. അങ്ങനെ 3ാം ഘട്ട സമരപരിപാടി എന്ന രീതിയിലാണ് ഒരു റിലേ നിരാഹാര സമരം തുടങ്ങിയിട്ടുള്ളത്. ആ നിരാഹാര സമരവും അതിശക്തമായി തന്നെ ഓരോ ദിവസം കൂടുമ്പോഴും ഈ ആശാ വർക്കർമാരുടെ എണ്ണത്തിൽ, അതായത് സമരത്തിന്റെ ശക്തി കുറയുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് എടുത്തു പറയേണ്ടത്. നമുക്ക് ഇവരുടെ പ്രതികരണങ്ങളിലേക്ക് അടക്കം പോകേണ്ടതുണ്ട്. ചേച്ചി, സമരം ഊർജം തന്നെയല്ലേ? കുഴപ്പമില്ല, സമരം കരുത്തോടെ മുന്നോട്ട് പോകും. ആരോഗ്യമന്ത്രി അടക്കം ഒരു വിശദീകരണമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ടായിരുന്നു? അറിഞ്ഞു. എന്താണ് പ്രതികരണം? എങ്ങനെ ആരോഗ്യമന്ത്രി പ്രതികരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് എല്ലാ പ്രാവശ്യവും വിശദീകരണം തരണതാണല്ലോ. നമുക്ക് ഓണറേറിയം കൂട്ടുക, അത് ഇൻസെന്റീവ് കൂട്ടുക എന്നാണ് മന്ത്രി പറഞ്ഞു എന്തെന്ന് ഇന്നത്തെ പത്രത്തിൽ കേന്ദ്രത്തിൽ ഇൻസെന്റീവ് കൂട്ടി അത് എത്രയാണെന്ന് അറിഞ്ഞാൽ ഉടനെ നടപടി എടുക്കുമെന്നാണ്. കേന്ദ്രത്തിൽ ഇൻസെന്റീവ് കൂട്ടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് ഓണറേറിയം ഇവിടെ കൂട്ടാനുള്ളത് എന്താണെന്നുള്ള നടപടി എടുക്കണമെന്നാണ് പറയുന്നത്. അങ്ങനെ തന്നെയാണ് കീർത്തനം. അതായത് നമ്മൾ ഈ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ അവർ വലിയ തരത്തിൽ ക്ഷീണിതരാകുന്നു, പക്ഷെ ആ ഊർജ്ജത്തിൽ, സമരോർജ്ജത്തിൽ ഒരു തടസ്സമുണ്ടാകുന്നില്ല, അവർക്ക് അവരുടെ ഊർജ്ജം കുറയുന്നില്ല എന്ന് തന്നെയാണ്. ചേച്ചി, പ്രതികരണം എങ്ങനെയാണ്? നല്ല സൂപ്പറായിട്ട് പോകുന്നുണ്ടല്ല, ഞങ്ങളൊട്ടും പിന്നോട്ടില്ല, സമരവുമായി മുന്നോട്ട് പോകും. ഒരു ചൂടും, ഭയങ്കര ചൂടും ഒക്കെയാണ്. അതിനെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണല്ലോ നമ്മൾ 40 ദിവസമായിട്ട് ഇവിടെ ഇരിക്കുകയാണല്ലോ. ഇവിടുത്തെ കാലാവസ്ഥയും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെയാണല്ലോ നമ്മളിത്. പിന്നോട്ടില്ല, ഇല്ല, പിന്നോട്ടില്ല. കീർത്തന ഇങ്ങനെ തന്നെയാണ്. അതായത് 40 ദിവസം കഴിയുന്നു, നിരാഹാര സമരം 2ാം ദിവസത്തിലാണ്, പക്ഷെ അവർ പിന്നോട്ടില്ല. ഒരു ചരിത്രത്തിൽ തന്നെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു സ്ത്രീ മുന്നേറ്റത്തിന്റെ അല്ലെങ്കിൽ ഒരു സ്ത്രീ സമരത്തിന്റെ നേർസാക്ഷ്യമാണ് സെക്രട്ടേറിയറ്റ് മുന്നിൽ നടക്കുന്നത്. അങ്ങനെ പലതരത്തിലും രാഷ്ട്രീയ കക്ഷികളും ഒക്കെ പിന്തുണയുമായി ഇവിടെ എത്തുന്നു, രാഷ്ട്രീയ വാഗ്വാദങ്ങൾ നടക്കുന്നു. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇവിടുത്തെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് കനത്ത ചൂടിൽ നമുക്ക് പോലും ഇവിടെ നിൽക്കാൻ കഴിയാത്ത, അധിക നേരം നിൽക്കാൻ കഴിയാത്ത ചൂടുണ്ട്. ആ ചൂടിലാണ് ഇവർ ഈ നിരാഹാര സമരം നടത്തുന്നത് എന്നുള്ളതാണ്. സർക്കാർ കണ്ണു തുറക്കണം, ആവശ്യങ്ങൾ എത്രയും വേഗം പരിഹരിക്കണം എന്നുള്ളത് തന്നെയാണ് ഇവരുടെ ആവശ്യം. ആ ആവശ്യത്തിൽ ഇവർ ഉറച്ചു നിൽക്കുന്നു.